everyone, welcome back to our YouTube channel. വിൽനിയസ് നഗരത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ത്രീ ക്രോസസ് മോണമെന്റിൽ നിന്നാണ്. ഇവിടെ നിന്ന് കുറച്ചധികം ദൂരം നമുക്ക് നടക്കേണ്ടതുണ്ട്. ഒരു വലിയ കുന്നിൻ മുകളിലാണ് ത്രീ ക്രോസസ് സ്ഥിതി ചെയ്യുന്നത്. കുറച്ചധികം സ്റ്റെപ്പുകൾ കയറി വേണം അവിടെ എത്താൻ. വിൽനിയസ് നഗരത്തെ മുഴുവൻ കാണാൻ സാധിക്കുന്ന മനോഹരമായൊരു വ്യൂ പോയിന്റാണിത്. ഇവിടെ നിന്ന് നഗരത്തിന്റെ പനോരമിക് ദൃശ്യം കാണാം. എന്നാൽ ഇതിലേറെ മനോഹരമാണ് ത്രീ ക്രോസസ് ഹില്ലിന് മുകളിൽ നിന്നുള്ള പനോരമിക് വ്യൂ. ത്രീ ക്രോസസ് ഹില്ലിലേക്കുള്ള പാതയിൽ ഞങ്ങളെത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏതാനും ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിലാണ് ത്രീ ക്രോസസ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. കാലക്രമേണ രൂപം നഷ്ടപ്പെട്ടെങ്കിലും 1989-ൽ ലിത്വാനിയയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇവ പുതുക്കി സ്ഥാപിക്കപ്പെട്ടു. ഇന്നിവ സ്വാതന്ത്ര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. ഇവിടെ നിന്ന് കാണുന്ന പനോരമിക് കാഴ്ചകൾ മനോഹരമാണ്. പൂർണ്ണ നഗരദൃശ്യവും നദീതടങ്ങളും പാറക്കുന്നുകളുമെല്ലാം കാണാം. ഇവിടെ എത്തുന്നതിന് കുറച്ച് നടക്കേണ്ടി വരുമെങ്കിലും അതിനുശേഷമുള്ള അനുഭവം ഏറെ മനോഹരമായിരിക്കും. ഇനി നമ്മൾ എത്തുന്നത് ഉസുപീസ് റിപ്പബ്ലിക്കിലേക്കാണ്. ഉസുപീസ് റിപ്പബ്ലിക് എന്നത് വിചിത്രവും അതേസമയം ആകർഷകവുമായ ഒരു സ്ഥലമാണ്. ലിത്വാനിയയിലെ വിൽനിയസ് നഗരത്തിന്റെ കുറച്ച് കൈവിട്ടൊരു ഭാഗം. വിൽനിയ നദിയുടെ കുറുകെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സ്വയം ഘോഷിത റിപ്പബ്ലിക് എന്ന നിലയിലാണ് പ്രശസ്തമായത്. 1997-ൽ കലാകൃതികളും കലാകാരന്മാരും ചേർന്ന് ഉസുപീസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ഇവിടെ അവരുടെ സ്വന്തം പ്രസിഡന്റും നിയമങ്ങളും ജാതിമത ഭേദമില്ലാത്ത തത്വങ്ങളുമുണ്ട്. ഇവിടുത്തെ ചുമർ ചിത്രങ്ങൾ, വിചിത്ര ശില്പങ്ങൾ, സ്വാതന്ത്ര്യ ചിന്തകളുള്ള സാംസ്കാരിക കലാ പാരമ്പര്യം എന്നിവ സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇതാണ് വിൽനിയ നദി. വിൽനിയസ് നഗരത്തിലൂടെ ഒഴുകുന്ന മനോഹരമായ നദിയാണിത്. വിൽനിയ നദി വിൽനിയസ് നഗരത്തിന് അതിൻ്റെ പേര് നൽകിയതായും പറയപ്പെടുന്നു. ഇത് പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും ആഴമുള്ള ഭാഗമാണ്. വൈകുന്നേരങ്ങളിൽ നദീതീരത്തെ ലൈറ്റുകളും ചെറിയ ഷോപ്പുകളും ആ പ്രദേശം മനോഹരമാക്കുന്നു. വിൽനിയസിലെ ഓർത്തഡോക്സ് ചർച്ച്, അതായത് ചർച്ച് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഒരു മനോഹരവും ഐതിഹാസികവുമായ ഒരു ആരാധനാലയമാണ്. ലിത്വേനിയയിലെ പ്രധാന റഷ്യൻ ഓർത്തഡോക്സ് ആരാധനാലയങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈ പള്ളി സുന്ദരമായ ബാറോക്ക് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 14-ാം നൂറ്റാണ്ടിൽ തുടക്കം കണ്ട ഈ പള്ളി പിന്നീട് പുതിയ രീതിയിലേക്ക് നിർമ്മിക്കപ്പെട്ടു. സെയിൻറ് ആൻസ് ആൻഡ് ബെർണാർഡിൻ ചർച്ച് കോംപ്ലക്സ്, വിൽനിയസിലെ അത്യന്തം മനോഹരമായ ഒരു ഗോത്തിക് ശൈലിയിലുള്ള പൈതൃക മണ്ഡപം. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ പള്ളി ഗോതിക് കലാസമ്പത്തിൻ്റെ സുന്ദര ഉദാഹരണമാണ്.
വിൽനിയസിലെ പ്രധാനമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് അക്രോപോൾ. വിൽനിയസ് ഓൾഡ് ടൗണിലെ സന്ധ്യാസമയം. വഴിയരികിൽ തിളങ്ങുന്ന സ്പോർട്സ് കാറുകൾ, അതിൽ പ്രത്യേകിച്ചും പോർഷെ ബ്രാൻഡിൻ്റെ തികച്ചും ആകർഷകമായ മോഡലുകൾ. വിൽനിയസ് നഗരത്തിൻ്റെ മനോഹരമായ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി തിരിച്ച് റിഗയിലേക്ക്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വരും വീഡിയോസിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.